പ്ലാസ്റ്റിക് എടുത്തപ്പം ഒരു ജോഡി കമ്മല് പ്ലാസ്റ്റിക്കിനകത്തുനിന്ന് കിട്ടിയതാ. വീട്ടുകാരറിഞ്ഞില്ല. ഞങ്ങൾ കവറ് തട്ടിയിട്ട് നുള്ളി പറക്കിയ സമയത്ത് അതിൽ നിന്ന് കിട്ടിയതാ. ആ വീട്ടിലെ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുക കേട്ടോ. 17-ാം വാർഡിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സത്യസന്ധതയെ പ്രശംസിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ. ചേച്ചി ഇതേണ്ട ഇത് സ്വർണമാ. പ്ലാസ്റ്റിക് പെറുക്കാനെത്തിയവർ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് ഓടിയെത്തിയ വീട്ടമ്മ അപ്പോഴാണ് മകളുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടമായ കാര്യം അറിയുന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ മകളും അമ്പരന്നു. കമ്മൽ ജോഡിയിലെ ബാക്കിയുള്ള ഒരെണ്ണം എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഈ സമയം കവറിലെ പൗഡർ പൊടിക്കുള്ളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളായ ബിന്ദുവും രമ്യയും ചേർന്ന് അടുത്ത കമ്മലും കണ്ടെത്തി. കൊട്ടാരക്കര ഉമ്മന്നൂരിലാണ് സ്വർണത്തേക്കാൾ തിളക്കമുള്ള സത്യസന്ധതയുടെ ഈ രംഗങ്ങൾ നടന്നത്. 2 കമ്മലുകളും വീട്ടുകാർക്ക് കൈമാറുന്നതിന് മുൻപ് ഒരു തെളിവിനായി രമ്യ ഒരു സെൽഫി വീഡിയോയും പകർത്തി. പ്ലാസ്റ്റിക് എടുത്തപ്പം ഒരു ജോഡി കമ്മല് പ്ലാസ്റ്റിക്കിനകത്തുനിന്ന് കിട്ടിയതാ. വീട്ടുകാരറിഞ്ഞില്ല. ഞങ്ങൾ കവറ് തട്ടിയിട്ട് നുള്ളി പറക്കിയ സമയത്ത് അതിൽ നിന്ന് കിട്ടിയതാ. ആ വീട്ടിലെ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുക കേട്ടോ. 17-ാം വാർഡിൽ വീഡിയോയിൽ ബിന്ദു പറയുന്നത്, വാർഡ് 17-ൽ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു ജോഡി കമ്മൽ. വീട്ടുകാർ അറിഞ്ഞില്ല. കവർ തട്ടിയിട്ട് നുള്ളിപ്പെറുക്കിയപ്പോൾ കിട്ടിയതാ. വീട്ടിലെ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുക കേട്ടോ. ഒന്നുകൂടി 17-ാം വാർഡ്. വീഡിയോ ദൃശ്യങ്ങൾ വാർഡംഗം ബിന്ദു പ്രകാശിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നതോടെ നിരവധി അഭിനന്ദന വിളികളുമെത്തി. ഉമ്മന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡ് വടകോടിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ബിന്ദു സുരേഷും രമ്യ വിനേഷും. പലതവണ പോയപ്പോഴും ആളില്ലാത്തതിനെ തുടർന്നാണ് വടകോട് പയ്യമ്പറം വീട്ടിൽ ഇരുവരും വ്യാഴാഴ്ച എത്തിയത്. 1.5 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും ശേഖരിച്ചത്. ഉപയോഗശൂന്യമായ നിരവധി മാലകളും സ്ലൈഡുകളും കമ്മലുകളുമെല്ലാം നിറച്ച ഒരു കവർ വേറെയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇരുവരും ഓരോന്നായി എടുത്തു പരിശോധിച്ചു. ഉപയോഗിക്കാൻ കൊള്ളാവുന്നതൊക്കെ വീട്ടുകാർക്കും തിരിച്ചു നൽകി. ഒടുവിലായി കവറിൻ്റെ അടിയിൽ അടിഞ്ഞ പൗഡറിനിടയിൽ കിടന്ന കുഞ്ഞു കമ്മൽ വെറുതെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഹോൾമാർക്ക് മുദ്ര കണ്ടതോടെയാണ് സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞത്. തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്ന ബിന്ദുവും രമ്യയും കഴിഞ്ഞ 2 വർഷമായി ഹരിതകർമ്മ സേനാംഗങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്.